Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ YouTube ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So now we are discussing the first chapter of class 9 CBSE students. CBSE syllabusൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് കോൾ ആൻഡ് പെട്രോളിയം ആണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഏകദേശം coal, industrial processing of coal വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So the useful things that we get from that coal are coal tar, coke and coal gas. Okay, ഇത്രയും കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്ത് വിടാം. ഇപ്പം റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് മീൻസ് തിങ്സ് ദാറ്റ് വി ഒബ്റ്റെയിൻ ഫ്രം ദ നേച്ചർ. നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെല്ലാം നമ്മൾ എന്തെന്നാണ് പറഞ്ഞിരുന്നത്? നാച്ചുറൽ റിസോഴ്സസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി അവരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, എക്സോസ്റ്റബിൾ എന്നും ഇൻഎക്സോസ്റ്റബിൾ എന്നും. എക്സോസ്റ്റബിൾ മീൻസ് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും, ഇൻഎക്സോസ്റ്റബിൾ മീൻസ് അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി ഫോസിൽസ് എന്ന് പറഞ്ഞാൽ ഡെഡ് റിമൈൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിരുന്നത്? ഫോസിൽസ് എന്ന് പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് ഫോം ചെയ്യുന്ന ഫ്യൂവൽസിനെ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് കോളിനെ പറ്റിയിട്ടായിരുന്നു. കാരണം കോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോസിൽ ഫ്യൂവൽ ആണ്. അതിന്റെ കളർ ബ്ലാക്ക് ആണ്, ഒരു കല്ല് പോലെ, ഹാർഡ് ആസ് എ സ്റ്റോൺ എന്നാണ് പറഞ്ഞത്. ഇനി യൂസസ് പറയുന്നത് കുക്കിംഗ് ഫ്യൂവൽ ആയിട്ടും, റെയിൽവേ എഞ്ചിൻസിൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, തെർമൽ പവർ പ്ലാന്റ്സിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിച്ചിരുന്നു. ഇനി അതിന്റെ ഫോർമേഷൻ എന്ന് പറയുമ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാടായിരുന്നു. ഈ നാച്ചുറൽ കലാമിറ്റി നടന്നപ്പം എന്ത് ചെയ്തു? ഈ ഫോറസ്റ്റ് തുടങ്ങി വസ്തുക്കളെല്ലാം ഇതിന്റെ അടിയിലായി പോയപ്പം ഇത് കംപ്രസ് ആയിട്ടും ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഇത് എന്തായിട്ട് കോളായിട്ട് കൺവേർട്ട് ചെയ്തു. മില്യൺസ് ഓഫ് ഇയേഴ്സ് ആവശ്യമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും കംപ്രഷനിലും ഡെഡ് വെജിറ്റേഷൻ കൺവേർട്ട് ചെയ്തിട്ടാണ് കോളായിട്ട് മാറുന്നത്. മില്യൺസ് ഓഫ് ഇയേഴ്സ് അതിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ഒരു സ്ലോ പ്രോസസ് ആണ്. ആ സ്ലോ പ്രോസസ് ഡെഡ് വെജിറ്റേഷൻ സ്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കോളാണെന്ന് നമ്മൾ പറയുന്ന പേരായിരുന്നു കാർബണൈസേഷൻ എന്നത്. കോളിന്റെ പ്രധാന കണ്ടന്റ് കാർബൺ ആണ്. അതുകൊണ്ട് ഇത് കത്തിച്ചാൽ നമുക്ക് കിട്ടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഇനി അതിനകത്ത് നിന്നിട്ട് നമുക്ക് യൂസ്ഫുൾ ഇൻഡസ്ട്രിയൽ പ്രോസസ് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂസ്ഫുൾ തിങ്സ് ആയിരുന്നു കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് തുടങ്ങിയവ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് തുടങ്ങിയവയെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോക്ക്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് കോക്ക്. അപ്പൊ കോക്ക് എന്ന് പറഞ്ഞാൽ ടഫ് പോറസ് ബ്ലാക്ക് സബ്സ്റ്റൻസ് നമ്മൾ എന്താന്ന് പറയുന്നത്? കോക്ക് എന്നാണ്. അപ്പൊ ടഫ് ആണ്. പോറസ് മീൻസ് അതിനകത്ത് എന്താണ്? കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളുള്ള നമ്മൾ എന്താ പറയുക? പോറസ് എന്ന് പറയുന്നത് കളർ ബ്ലാക്ക് തന്നെയാണ്. അങ്ങനെ ഒരു സബ്സ്റ്റൻസ് നമ്മൾ എന്താന്ന് പറയുന്നത്? കോക്ക് എന്ന് പറയുന്നത്. അതേപോലെ കോക്ക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് പ്യുവർ ഫോം ഓഫ് കാർബൺ എന്നാണ് പറയുന്നത് കേട്ടോ. കാർബണിന്റെ ഏകദേശം പ്യുവർ ഫോം, ഓൾമോസ്റ്റ് ഏകദേശം നല്ല പ്യുവർ ഫോം ഓഫ് കാർബൺ ആണ് കോക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മളത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസും മാനുഫാക്ചർ ഓഫ് സ്റ്റീലും. ഓക്കെ, അപ്പം ഈ കോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, and second one manufacture of steel. Okay, extraction of metals, second one ആണ് manufacture of steel. അപ്പം നമുക്ക് കോളിൽ നിന്ന് കിട്ടുന്ന യൂസ്ഫുൾ പ്രോഡക്റ്റിൽ ഒന്നാണ് കോക്ക് എന്ന് പറയുന്നത്. അത് കണ്ടാൽ ടഫ് ആണ്, പോറസ് ആണ്, നിറം എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഇനി കാർബണിന്റെ ഓൾമോസ്റ്റ് പ്യുവർ ഫോമിനെ പറയുന്ന പേര് കോക്ക് എന്നാണ്. ഇനി അതിന്റെ യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റീല് മാനുഫാക്ചർ ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് കോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് എന്തിനെ പറ്റി പറയാം? കോക്കിനെ പറ്റി പറയാം. അപ്പൊ അതിനകത്ത് നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻസ്, കോക്കിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ടഫ്, പോറസ്, ബ്ലാക്ക് ഇൻ കളർ എന്ന് പറയാം. പിന്നെ അതിന്റെ യൂസസ് ചോദിച്ചാൽ വാട്ട് ആർ ദ മെയിൻ യൂസസ് ഓഫ് കോക്ക് എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് മെനി മെറ്റൽസ്, സെക്കൻഡ് വൺ മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിനകത്ത് വരാം. വാട്ട് ഈസ് ദ ഓൾമോസ്റ്റ് പ്യുവർ ഫോം ഓഫ് കാർബൺ? കാർബണിന്റെ ഓൾമോസ്റ്റ് പ്യുവർ ഫോം എന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ പറയാവുന്നത് കോക്കാണ്. ഈ മൂന്ന് ക്വസ്റ്റ്യൻ നമുക്ക് ഏതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളൂ? കോക്കിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളൂ. നെക്സ്റ്റ് വൺ ആണ് കോൾ ടാർ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നമ്മൾ എന്താ പറയുന്നത്? കോൾ ടാർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? കോൾ ടാർ, നോർമൽ ടാർ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ എന്ത് ഫോമാണ്? ലിക്വിഡ് ഫോം ആണ്. നിറം എന്ന് പറയുന്നത് എന്താ? ബ്ലാക്ക് ആണ്. അപ്പൊ ബ്ലാക്ക് തിക്ക് ലിക്വിഡ് വിത്ത് ആൻ അൺപ്ലസന്റ് സ്മെല്. ഓക്കെ, അപ്പം ബ്ലാക്ക് ആണ്, തിക്ക് ആയിട്ടുള്ള ലിക്വിഡ് ആണ്, പക്ഷെ സ്മെൽ എന്താണ്? അൺപ്ലസന്റ് ആണ്. അത്ര നല്ല ഗന്ധമൊന്നുമല്ല, ഒരു അൺപ്ലസന്റ് സ്മെല്ലാണ് എന്തിനുള്ളത്? കോൾ ടാറിന് ഉള്ളത്. ഇതാണ് ഈ കോൾ ടാറിന്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ. അപ്പം ബ്ലാക്ക് തിക്ക് ലിക്വിഡ് വിത്ത് ആൻ അൺപ്ലസന്റ് സ്മെല്ല്, അതിന് നമ്മൾ എന്താന്ന് പറയുന്നത്? കോൾ ടാർ എന്ന് പറയുന്നത്. ഈ കോൾ ടാർ എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് 200 സബ്സ്റ്റൻസസ്. കോൾ ടാർ എന്ന് പറയുന്നത് ഏകദേശം 200 സബ്സ്റ്റൻസിന്റെ ഒരു മിക്സ്ചറിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? ഈ കോൾ ടാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയലി ഒരുപാട് വസ്തുക്കൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ യൂസ് ചെയ്യാറുണ്ട്? ഈ കോൾ ടാറിനെ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്,
സിന്തറ്റിക് ഡൈസ്, ഡ്രഗ്സ്, എക്സ്പ്ലോസീവ്സ്, പെർഫ്യൂംസ്, പ്ലാസ്റ്റിക്, ഫോട്ടോഗ്രാഫിക് മെറ്റീരിയൽസ്, റൂഫിംഗ് മെറ്റീരിയൽസ്, പിന്നെ അതുപോലെ നാഫ്തലീൻ ബോൾസ്, ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കോൾ ടാർ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയലി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വസ്തുവാണ് കോൾ ടാർ എന്ന് പറയുന്നത്. കാരണം അത് ഏകദേശം ഒരു 200 സബ്സ്റ്റൻസിന്റെ മിക്സ്ചർ ആണ്. പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം എന്ന് ചോദിച്ചാൽ പെർഫ്യൂം, സിന്തറ്റിക് ഡൈസ്, എക്സ്പ്ലോസീവ്സ്, ഡ്രഗ്സ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഫോട്ടോഗ്രാഫിക് മെറ്റീരിയൽസ്, ദെൻ നാഫ്തലീൻ ബോൾസ് കേട്ടോ. മോത്സിനെയും ഇൻസെക്ട്സിനെയും കുഞ്ഞു കുഞ്ഞു പ്രാണികൾ മറ്റുമൊക്കെ ഉണ്ടല്ലോ, അതിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നാഫ്തലീൻ ബോൾ വരെയും നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ഈ കോൾ ടാറിൽ നിന്നാണ്. അപ്പം കോൾ ടാർ എന്ന് പറഞ്ഞാൽ കാണാൻ തിക്ക് ലിക്വിഡ് വിത്ത് ആൻ അൺപ്ലസന്റ് സ്മെല്ല്. ബ്ലാക്ക് കളറാണ് അതിന് കേട്ടോ. ബ്ലാക്ക് കളർ ആയിട്ടുള്ള തിക്ക് ലിക്വിഡ് ആണ്, അൺപ്ലസന്റ് സ്മെല്ലാണ് അതിനുള്ളത്. ഇനി അതെന്ന് പറയുന്നത് ഏകദേശം 200 സബ്സ്റ്റൻസിന്റെ മിക്സറാണ്. മിക്സർ ഓഫ് 200 സബ്സ്റ്റൻസസ്. ദെൻ ഫ്രം ദിസ് കോൾ ടാർ വി വിൽ ഗെറ്റ് സം യൂസ്ഫുൾ തിങ്സ്. ഇപ്പൊ ഇൻഡസ്ട്രിയലി പ്രോസസ് നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ തിങ്സ് എന്തിൽ നിന്ന് കിട്ടും? ഈ കോൾ ടാറിൽ നിന്ന് കിട്ടും. അതിന് എക്സാമ്പിൾ ആണ് സിന്തറ്റിക് ഡൈസ് പറഞ്ഞിരുന്നു, എക്സ്പ്ലോസീവ്സ് പറഞ്ഞു, പെർഫ്യൂം, ഡ്രഗ്സ്, ഫോട്ടോഗ്രാഫിക് മെറ്റീരിയൽസ്, ദെൻ റൂഫിംഗ് മെറ്റീരിയൽസ്, നാഫ്തലീൻ ബോൾസ്. നാഫ്തലീൻ ബോൾസ് എന്ന് പറയുമ്പോൾ മോത്തിനെയും ഇൻസെക്ടിനെയും മറ്റും റിപ്പൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ നാഫ്തലീൻ ബോൾ എന്ന് പറയുന്നത്. ഇനി പണ്ട് കാലത്ത് നമ്മൾ പണ്ട് കാലത്ത് ഏകദേശം കുറച്ചാണ് മുമ്പ് വരെയും നമ്മൾ സർഫസിങ് ഉണ്ടല്ലോ, റോഡിന്റെ സർഫസിങ് ഉപയോഗിച്ചിരുന്നത് ഈ കോൾ ടാർ ആണ്. പക്ഷെ നൗ ഡേയ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബിറ്റുമൻ എന്നൊരു വസ്തുവാണ് കേട്ടോ. ബിറ്റുമൻ ആണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റോഡ് സർഫസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കോൾ ടാർ ആണ്. അപ്പൊ കോൾ ടാറും കിട്ടുന്നത് എന്തിൽ നിന്ന് തന്നെയാണ്? കോളിൽ നിന്നാണ് കോൾ ടാറും കിട്ടുന്നത്. അപ്പൊ കാണാൻ എങ്ങനെയാണ് ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ എ ബ്ലാക്ക് തിക്ക് ലിക്വിഡ് വിത്ത് ആൻ അൺപ്ലസന്റ് സ്മെൽ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് എന്താണ് ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് കോൾ ടാർ എന്ന് ചോദിച്ചാൽ എ ബ്ലാക്ക് തിക്ക് ലിക്വിഡ് വിത്ത് ആൻ അൺപ്ലസന്റ് സ്മെൽ. അതാണ് എന്തെന്ന് പറയുന്നത്, കോൾ ടാർ എന്ന് പറയുന്നത്. ദെൻ ഹൗ മെനി? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് 200 സബ്സ്റ്റൻസസ്. അതായത് എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 200 സബ്സ്റ്റൻസ്. പിന്നെ എന്താണ് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻസ് ഉള്ളതിന്റെ കാരണം ഒരുപാട് യൂസ്ഫുൾ തിങ്സ് നമ്മൾക്ക് എന്തിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും? ഈ കോളിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നാഫ്തലീൻ ബോൾസ് വരെ നമ്മൾ എന്തിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്? കോൾ ടാറിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. പണ്ട് കാലത്ത് റോഡ് സർഫസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് കോൾ ടാർ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ബിറ്റുമൻ ആണ്. ഓക്കെ, അതാണ് സെക്കൻഡ് യൂസ്ഫുൾ തിങ് ഫ്രം കോൾ എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നതാണ് കോൾ ഗ്യാസ്. ഓക്കെ, കോൾ ഗ്യാസ് വളരെ ചെറിയൊരു പോർഷൻ ആണ് കോൾ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പം കോൾ ടു ഗെറ്റ് പ്രോസസ്. ഓക്കെ, കോളിൽ നിന്ന് കോക്കിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഗ്യാസ് ആണ് കോൾ ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. കോളിൽ നിന്ന് കോക്കിനെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്നതാണ് കോൾ ഗ്യാസ് എന്ന് പറയുന്നത്. ഇനി അതെന്താണ് യൂസസ് എന്ന് പറയുമ്പോൾ ഈ കോൾ ഗ്യാസ് അല്ലെങ്കിൽ കോളിൽ നിന്ന് കോക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ അടുത്തുള്ള ഇൻഡസ്ട്രീസിലൊക്കെ നമ്മളൊരു ഫ്യൂവലായിട്ട് എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? ഈ കോൾ ഗ്യാസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പണ്ട് കാലത്ത്, അതായത് ലണ്ടനിൽ ഏകദേശം 1810 സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് കോൾ ഗ്യാസ് ആയിരുന്നു യൂസ് ചെയ്യുന്നിരുന്നത്. അപ്പൊ ലൈറ്റിന്റെ ഒരു സോഴ്സ് ആയിട്ട് എന്തിനെ ഉപയോഗിച്ചിരുന്നത്? കോൾ ഗ്യാസിനെ ഉപയോഗിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ ലൈറ്റിനേക്കാൾ ഉപരി ഹീറ്റ് എനർജിയാണ് എന്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്? ഈ കോൾ ഗ്യാസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോൾ ഗ്യാസിനെ പറ്റിയിട്ടാണ്. അപ്പം ഡ്യൂറിങ് ദ പ്രോസസ്സിംഗ് ഓഫ് കോൾ ടു ഗെറ്റ് കോക്ക്. ഓക്കെ, കോളിൽ നിന്ന് കോക്കിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കോൾ ഗ്യാസ് എന്ന് പറയുന്നത്. അതെന്താണ്? ഈ പ്രോസസ്സിംഗ് നടക്കുന്ന ആ ഒരു ഫാക്ടറിയുടെ നിയർ ബൈ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലാണ് അതൊരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് ലണ്ടനിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് കോൾ ഗ്യാസ് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ലൈറ്റിനേക്കാൾ ഉപരി ഹീറ്റ് എനർജിയാണ് നമ്മൾ എന്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്? ഈ കോൾ ഗ്യാസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് യൂസ്ഫുൾ തിങ്സ് ദാറ്റ് വി ഒബ്റ്റെയിൻ ഫ്രം കോൾ എന്ന് പറഞ്ഞൊരു പോർഷൻ ആയിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കോക്ക്, സെക്കൻഡ് പറഞ്ഞത് കോൾ ടാർ, തേർഡ് കോൾ ഗ്യാസ്. അപ്പൊ കോക്ക് എന്ന് പറയുമ്പോൾ ടഫ് ആണ്, പോറസ് ആണ്, ബ്ലാക്ക് ആണ് കളറ്. അതിന്റെ എന്താണ് ഓൾമോസ്റ്റ് പ്യുവർ ഫോം ഓഫ് കാർബൺ ആണ് കോക്ക്. ഇനി നെക്സ്റ്റ് യൂസസ് പറയുകയാണെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെനി മെറ്റൽസും മാനുഫാക്ചർ ഓഫ് സ്റ്റീലുമാണ് കോക്കുമായി റിലേറ്റ് ചെയ്യുന്ന പോയിന്റ്സ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോൾ ടാർ ആണെങ്കിൽ എന്താണ്? ബ്ലാക്ക് തിക്ക് ലിക്വിഡ് വിത്ത് ആൻ അൺപ്ലസന്റ് സ്മെല്ല്. നല്ല കട്ടിയുള്ള ബ്ലാക്ക് തിക്ക് ലിക്വിഡ് ആണ്. പിന്നെ അതിന്റെ സ്മെൽ എന്താണ്? ഒരു അൺപ്ലസന്റ് സ്മെല്ലാണ്. ഇത് 200 സബ്സ്റ്റൻസിന്റെ മിക്സ്ചർ ആണ്. അതേപോലെ ഒരുപാട് യൂസ്ഫുൾ തിങ്സ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസ്ഫുൾ തിങ്സിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഈ കോൾ ടാറിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത് പെർഫ്യൂംസ്, സിന്തറ്റിക് ഡൈസ്, ഫോട്ടോഗ്രാഫിക് മെറ്റീരിയൽസ്, റൂഫിംഗ് മെറ്റീരിയൽസ്, പിന്നെ പ്ലാസ്റ്റിക്, പെയിന്റ്സ്. ഇതിനകത്തെല്ലാം നമ്മൾ എന്തിനു യൂസ് ചെയ്യാറുണ്ട്? ഈ കോൾ ടാറിനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ കോൾ ടാറിനകത്ത്
ഈ നാഫ്തലിൻ ബോൾസ് എന്ന് പറയുമ്പോൾ റിപ്പൽ ചെയ്യാൻ എന്തിനെ മോത്തിനെ ഇൻസെക്ട്സിനെ ഒക്കെ റിപ്പൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നാഫ്തലിൻ ബോൾ. അതും പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ അതിന്റെയും സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ത് തന്നെയാണ്, ഈ കോൾട്ടാർ തന്നെയാണ്. ഇനി പണ്ട് നമ്മൾ സർഫസിംഗ് ഓഫ് റോഡ്സിന് യൂസ് ചെയ്തിരുന്നത് കോൾട്ടാർ ആണെങ്കിൽ നവഡേയ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബിറ്റുമൻ ആണ്. നെക്സ്റ്റ് വൺ ആണ് കോൾ ഗ്യാസ് എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദ പ്രോസസിംഗ് ഓഫ് കോൾ ടു ഗെറ്റ് കോക്ക് വി വിൽ ഗെറ്റ് കോൾ ഗ്യാസ്. ഓക്കെ, കോളിൽ നിന്ന് കോക്കിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് കോൾ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പം പണ്ട് ലണ്ടനിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് കോൾ ഗ്യാസ് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ലൈറ്റിന് വേണ്ടിയിട്ടല്ല, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൾ ഗ്യാസ് യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് കോളുമായി റിലേറ്റ് ചെയ്ത് പറയാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ ആകുന്നുവെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.